നടക്കുന്നു. ഫാദർ ആന്റണി വടക്കേക്കര സിറോ മലബാർ സഭ വക്താവ് നമുക്കൊപ്പം ചേരുന്നു. മുനമ്പം വിഷയം മുൻനിർത്തി വഖഫ് ബില്ല് ഇരു സഭകളിലും പാസ്സായതിനു ശേഷവും ദീപികയുടെ മുഖപത്രം പറയുന്നത് കത്തോലിക്ക സഭയുടെ നിലപാടാണോ? ആ തരത്തിൽ വലിയ വിമർശനം ഇടതുപക്ഷത്തിനെതിരെയും കോൺഗ്രസിനെതിരെയും ഉണ്ട്. BJP മാത്രമാണ് ഈ വിഷയത്തിൽ മുനമ്പം സമിതിക്കൊപ്പം നിന്നത് എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് കരുതുകയാണോ കത്തോലിക്ക സഭ? ഇതൊക്കെ കേരളത്തിലെ വരും നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകളൊക്കെ പ്രതിഫലിക്കുമോ? വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സഭയുടെ നിലപാട് കൃത്യമായി തന്നെ സഭയുടെ PRO എന്ന നിലയ്ക്ക് മാധ്യമങ്ങളിലൂടെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. ദീപികയിൽ വരുന്ന എല്ലാ വാർത്തകളെയും സഭയുടെ വാർത്തകളായിട്ട് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ദീപികയ്ക്ക് സ്വതന്ത്രമായി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനും എഡിറ്റോറിയൽ എഴുതാനുമുള്ള അവകാശവും സ്വാതന്ത്ര്യമുണ്ട്. സഭയുടെ നിലപാട് കൃത്യതയോടുകൂടെ തന്നെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കേന്ദ്ര ഗവൺമെന്റ് ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് നിയമ ഭേദഗതി പാസാക്കിയതിനെ സ്വാഗതം ചെയ്യുന്നു, അതിൽ സന്തോഷം അറിയിക്കുന്നു. ഇത് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കി എന്നതുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു പിന്തുണയായി വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നും ഇന്നലെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഏറെ കൃത്യതയോടുകൂടെ പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 174 ദിവസങ്ങളായി മുനമ്പത്ത് 610ഓളം വരുന്ന കുടിയിറക്ക ഭീഷണിയിലും ആശങ്കയിലും കഴിയുന്ന ജനവിഭാഗത്തിന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെയും നിലവിളിയുടെയും വിജയമാണിത്. അതിന് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുനമ്പത്തെ ജനങ്ങൾക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അതിന് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ നിറം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ അതിനെക്കുറിച്ച് കരുതുന്നത്. മുനമ്പത്ത് BJPയുടെ നേതാക്കന്മാര് ചെല്ലുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തകര് അവരുടെ നേതാക്കന്മാരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് താല്പര്യത്തോടുകൂടെ നിൽക്കുന്നുണ്ടാകും. അതുകൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള പിന്തുണയായി ഇതിനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. മറിച്ച് മുനമ്പം ജനതയ്ക്ക് വലിയ ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന കാര്യമാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന ഈ നിയമ ഭേദഗതി. അതുകൊണ്ടുള്ള സന്തോഷവും തീർച്ചയായും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം വില കൊടുത്തു വാങ്ങി തങ്ങളുടെ പേരിൽ നിയമപരമായി രജിസ്റ്റർ ചെയ്ത് പതിറ്റാണ്ടുകളായി സ്വന്തമായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കിടപ്പാടത്തിന്റെ നിയമപരമായ റവന്യൂ അവകാശങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ 174 ദിവസങ്ങളായി സമരം ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് തീർച്ചയായും ഇപ്രകാരം നിയമം പ്രാബല്യത്തിലേക്ക് വരുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാകുമല്ലോ. ഞങ്ങളുടെ കിടക്കുന്ന വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വരില്ല, ഞങ്ങളുടെ ഭൂമി ഞങ്ങൾക്ക് അന്യാധീനമാകില്ല എന്നൊക്കെ തിരിച്ചറിയുന്ന ജനത്തിനുണ്ടാകുന്ന സ്വാഭാവികമായ സന്തോഷമാണിത്. ആ സന്തോഷം തീർച്ചയായും പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് തന്നെയാണ് നമ്മൾ കരുതുക. ഈ ജനങ്ങള് ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല എന്ന് രാഷ്ട്രീയ പാർട്ടികള് മുനമ്പത്ത് വന്ന് സമരം ചെയ്ത് ജനങ്ങളോട് പറയുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഇത് ഏതെങ്കിലും സമരവേദികളിൽ വെച്ച് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്ന ഒരു കാര്യമല്ല. അടച്ചിട്ട മുറികളിലിരുന്ന് 5-6 പേര് ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ട് മാത്രം തീരുന്നൊരു കാര്യവുമായിരുന്നില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിലുള്ള വഖഫ് ബോർഡിന്റെ അധീനതയിൽ പെടുന്നു എന്ന് അവർ ക്ലെയിം ചെയ്ത ഭൂമിയായതുകൊണ്ട് തീർച്ചയായും കേന്ദ്ര ഗവൺമെന്റ് ഈ കാര്യത്തിൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങളിൽ ചില നിയമങ്ങളെ അമെൻഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആവശ്യം. ആ ആവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയോടെ എടുക്കുകയും വളരെ പോസിറ്റീവായി ക്രിയാത്മകമായി പ്രതികരിക്കുകയും ചെയ്തു. അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും ഇത് പാസ്സായി കിട്ടാൻ ഇടവന്നത് എന്നതുകൊണ്ടാണ് മുനമ്പത്ത് ജനതയോടൊപ്പം നാം എല്ലാവരും, മനസാക്ഷിയുള്ള എല്ലാ ജനങ്ങളും സന്തോഷിക്കുന്നു. കാരണം മുനമ്പത്ത് താമസിക്കുന്ന കേവലം ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ, അങ്ങനെ ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. മതവിഭാഗത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇതിനകത്തില്ല, എന്തെങ്കിലും രാഷ്ട്രീയവും ഇതിനകത്ത് കാണേണ്ടതില്ല. മറിച്ച് ഈ കാര്യങ്ങളിലൊക്കെയും സഭയുടെ സുചിന്തിതമായ നിലപാട് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിനും ഒക്കെ അതീതമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളുമായും സഹകരിച്ചും സന്തോഷപൂർവ്വവും മാത്രം മുൻപോട്ട് പോകുക എന്നുള്ളതായിരുന്നു സഭ എന്നും ആഗ്രഹിച്ചിരുന്ന കാര്യം. നിരാലംബരായ മനുഷ്യരുടെ
നീതിക്ക് വേണ്ടിയുള്ള നിലവിളി കേൾക്കാനും അവരുടെ ന്യായമായ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു നൽകാനും തടസ്സം നിന്നിരുന്ന ഒരു നിയമത്തെ, ഇതൊരു മത നിയമം തന്നെ ആയിരുന്നല്ലോ വഖഫ് ബോർഡിന്റെ നിയമങ്ങൾ, അതിന്റെ ഏതാനും ചില അനുച്ഛേദങ്ങളെ അമെൻഡ് ചെയ്യുന്നത് വഴിയായി നമുക്ക് അത്രമാത്രം വലിയ തീർച്ചയായിട്ടും വളരെ നന്ദി. ഫാദർ ആന്റണി വടക്കേക്കര, സീറോ മലബാർ വക്താവ് വ്യക്തമാക്കുന്നത്